ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അടിപൊളി ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പിയുമായാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടത്തോരനാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടത്തോരൻ വയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള നാടൻ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി. ഇനി അതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കരിയാപ്പില, അത് ഞാനിവിടെ കൊച്ചായിട്ട് അരിഞ്ഞെടുത്താണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സബോളയൊക്കെ ഇവിടെ വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ഞാൻ അതുപോലെ തന്നെ ചേർക്കുകയാണ്. വലിയ പീരയാണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലതായിട്ട് ഇളക്കി ചെറിയ തോതിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയും ഈ സബോളയൊക്കെ ഈ സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ മുട്ട അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അല്ല എങ്കിൽ ഇത് സ്ക്രാമ്പിൾ ചെയ്ത് ഉണ്ടാക്കിയിട്ട് തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ പക്ഷേ ഈ പാനിൽ തന്നെയാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇങ്ങനെ മുട്ടത്തോരൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കൂട്ടാൻ. അതുപോലെ തന്നെ ഇത് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കൂട്ടാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ്. ഈ മുട്ട ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെങ്കിൽ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കിട്ടത്തുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇനി നമുക്ക് സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ സബോളയും കൂടെ ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്ന് തോർത്തിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഒരല്പം ഉപ്പൂടെ ആവശ്യമായി വന്നു. ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. മുട്ടത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷുമാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മുട്ടത്തോരനാണ്. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണിത് കാണാനെന്ന്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ലവ് യു ഓൾ.